ഇനി എന്തിൻ്റെ ബേസിലാണ് ആ ലിസ്റ്റിൽ പേര് വന്നത്? ലിസ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നോക്കിക്കേ, നമ്മളുണ്ട് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ 10 പേരുണ്ട്, അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ 10 പേര് കാണും. ഈ ഇരിക്കുന്ന എല്ലാവരിലും ഈ 10 ഈ 40 പേര് എല്ലാവരും ദൈവം ഒരുപക്ഷെ എന്ത് ചെയ്തിട്ടില്ലായിരിക്കും? വിളിച്ചിട്ടില്ലായിരിക്കും. എന്തുകൊണ്ട് ദൈവം ചിലരെ വിളിച്ചു, എന്തുകൊണ്ട് ദൈവം ചിലരെ വിളിച്ചില്ല? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ വായിക്കുക, നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ. ഇത്രയും പഠിപ്പിച്ചതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? പൊസിഷൻഡ്, സാങ്ക്ടിഫിക്കേഷൻ, പ്രോഗ്രസീവ് ഒക്കെ ഓക്കെ ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്ന സാധനമാണ് എന്ത്? എലക്ഷൻ. അപ്പോൾ എലക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്? നമ്മൾ പറഞ്ഞു പിതാവ് എന്ത് ചെയ്തു? ഇലക്റ്റ് ചെയ്തു. കുറേ പേരെ എന്ത് ചെയ്തു? ഇലക്റ്റ് ചെയ്തു. ഇലക്റ്റ് ചെയ്തിട്ട് ആ ഇലക്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് എന്ത് ചെയ്തു? കൊടുത്തു. ഓക്കെ. അപ്പം എന്തോ ഒരു സംഭവം നടന്നു അവിടെ. എന്ത് നടന്നു? ഇത്രയും പിതാവ് പാസ്റ്റ് എറ്റേണിറ്റി നിന്നിട്ട് ഫ്യൂച്ചർ എറ്റേണിറ്റി കാണുമ്പം ആദാം മുതൽ ഭൂമി ജനിക്കാൻ പോകുന്ന അവസാനത്തെ മനുഷ്യനെ വരെ ആര് കണ്ടു? ദൈവം കണ്ടു. അതിൽ നിന്ന് ചിലരുടെ പേര് മാത്രം ഉൾക്കൊണ്ട ഒരു ലിസ്റ്റ് പുത്രൻ്റെ കയ്യിൽ കൊടുക്കുമ്പം ആ ലിസ്റ്റിനകത്തിൽ എങ്ങനെയാണ് ദൈവം എന്ത് ചെയ്തത്? ആൾക്കാരെ എലക്റ്റ് ചെയ്തത്. ഓക്കെ. ഇതിനെ പറ്റിയിട്ട് 3 വാദങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ന്യായമായ സംശയമല്ലേ? എന്തിൻ്റെ ബേസിലാണ് ദൈവം കുറേ പേരെ സെലക്ട് ചെയ്യുകയും കുറേ പേരെ സെലക്ട് ചെയ്യാതിരിക്കുന്നത്? ചോദിക്കണ്ടേ? അപ്പം 3 വാദങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. ഒന്നാമത്തെ വാദം എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നും ചെയ്തില്ല. ദൈവം എന്ത് ചെയ്തു? ഫ്രീ വില്ല് കൊടുത്തു. അതായത് നോ എലക്ഷൻ എന്നതാണ് ഒന്നാമത്തെ വാദം. എന്താണ് നോ എലക്ഷൻ? അതായത് ദൈവം എന്ത് ചെയ്തു? ദൈവം എലക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പകരം എന്ത് ചെയ്തു? ദൈവം ഫ്രീ വില്ല് കൊടുത്തു മനുഷ്യന്. അതായത് ദൈവത്തിന് നമ്മുടെ രക്ഷയ്ക്കകത്ത് എന്തില്ല? റോളൊന്നുമില്ല. ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ അങ്ങ് ഉണ്ടാക്കി വിട്ടു. ദൈവം ഒരു സാൽവേഷൻ പദ്ധതി ഉണ്ടാക്കി മനുഷ്യനെ കാണിച്ചു കൊടുത്തു. ഇനി നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാതിരിക്കാം. അതാണ് ഒരു വാദം. ദൈവം എന്ത് ചെയ്തില്ല? എലക്റ്റ് ചെയ്തില്ല. പകരം എലക്ഷൻ ഇല്ലായിരുന്നു, ഫ്രീ വില്ല് മനുഷ്യന് കൊടുത്തു എന്നാണ് ഒരു വാദം. പക്ഷേ ഇത് നമ്മളിപ്പം വായിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് കോൺട്രാഡിക്റ്ററി അല്ലേ? കാരണം യേശു കർത്താവ് തന്നെ പറയാം, ഞാൻ ലോകത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, നീ എനിക്ക് തന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ വന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം? വലിയ പ്രശ്നമില്ലാതെ തള്ളിക്കളയാം. ആർക്കെങ്കിലും ഇത് തള്ളുന്നതിനകത്ത് പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? സനോയ്ക്കുണ്ടോ? സനോയ് ഇതിൻ്റെ അകത്തൊക്കെ റിസർച്ച് ചെയ്ത് ഉസ്താദാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിങ്കിക്ക് പ്രശ്നമുണ്ടോ? അപ്പം പിങ്കി സമ്മതിക്കുന്നു. വെറുതെ അല്ല, ദൈവം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു എലക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പിങ്കി എന്ത് ചെയ്യുന്നു? പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ നിരുപാധികം തള്ളുന്നു. രാജുവച്ചൻ പ്രശ്നമില്ലല്ലോ. ഇനി രണ്ടാമത്തെ വാദം എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ എലക്ഷൻ. എന്താണ് കണ്ടീഷണൽ എലക്ഷൻ? കണ്ടീഷണൽ എലക്ഷൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ദൈവം എന്ത് ചെയ്തു? ഒരു കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പ്രീ എറ്റേണിറ്റിയിൽ നിൽക്കുമല്ലോ. പ്രീ എറ്റേണിറ്റി നിന്നിട്ട് ഇനി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ശ്രദ്ധിച്ച് കേട്ടില്ല ഈ സാധനം കിട്ടത്തില്ല. ഒരു 5 മിനിറ്റ് ഉറങ്ങല്ല ആരും, പ്ലീസ്. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയാലും കുഴപ്പമില്ല. ഇത് കിട്ടിയ അതെ ബാക്കിയുള്ളവരെ ദൃശ്യസ്ഥര് ഞാൻ പറയട്ടെ, തമാശയല്ല. ഇത് കിട്ടിയാൽ നിങ്ങൾ വിജയിച്ചു. ഇത് കിട്ടിയാൽ നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് വിജയിച്ചു. പിന്നെ നിങ്ങൾ ബൈബിൾ വെറുതെ എടുത്ത് വായിച്ചാലും മനസ്സിലാവും. അത്രയ്ക്ക് ഡീപ്പാണ് ഈ സാധനം. ശ്രദ്ധിച്ചോണം. കണ്ടീഷൻ തമ്പിങ്ങൾ നേരെ ഇരിക്കുന്നു. ഓക്കെ പോരെ. അപ്പം നോക്കിക്കേ, രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് കണ്ടീഷണൽ എലക്ഷനാണ്. അപ്പം എന്തായിരുന്നു? എന്തോ ഒരു കണ്ടീഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്തത്? ദൈവം എലക്ട് ചെയ്തത്. ആ കണ്ടീഷൻ ഇവർ പറയുന്നത് പ്രീ എറ്റേണിറ്റി ദൈവം നിൽക്കുമ്പോൾ ദൈവത്തിന് എന്ത് കാണാം? ദൈവത്തിന് എന്തുണ്ട്? കാരണം ദൈവം സർവ്വജ്ഞാനി ആയതുകൊണ്ടും ദൈവം സർവ്വവ്യാപി ആയതുകൊണ്ടും പാസ്റ്റ് എറ്റേണിറ്റി നിന്നിട്ട് ദൈവത്തിന് ഫ്യൂച്ചർ എറ്റേണിറ്റി കാണാം. അപ്പം തന്നെ ഈ പ്രോസസ്സിൽ ആർക്കൊക്കെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനത്തോട്, സാൽവേഷനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുമെന്ന് ദൈവത്തിന് എന്ത് ചെയ്യാമായിരുന്നു? അറിയാം. അങ്ങനെ അറിയുന്നവരെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ദൈവം പ്രീ എറ്റേണിറ്റി നിൽക്കുന്നു,
ഇതാണ് ഭൂമിയുടെ ആയുസ്, അപ്പുറത്ത് എന്താണ് ഫ്യൂച്ചർ എറ്റേണിറ്റി. അപ്പോൾ ദൈവം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൈവത്തിന് കാണാം ഇത്രയും മനുഷ്യന്മാരിൽ ആരൊക്കെ സുവിശേഷം കേട്ടിട്ട് അത് സ്വീകരിക്കുമെന്നും സ്വീകരിക്കത്തില്ലെന്നും ദൈവത്തിനറിയാം. ആ സ്വീകരിക്കുന്നവരെ ദൈവം എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അവരുടെ പേര് പ്രീ എറ്റേണൽ കൗൺസിലിൽ കൊടുത്തു. ഇതാണ് കണ്ടീഷണൽ എലക്ഷൻ. ഓക്കെ ആണോ ഷൈനി ചേച്ചിക്ക്? ഇത് ഓക്കെ ആണോ? അല്ലേ? ആണ്. ഈ വാദത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ്? അക്സെപ്റ്റബിൾ ആണോ? ഹൂസിന് ഓക്കെ ആണോ? രേഷ്മ ഓക്കെ ആണ്? ഓക്കെ അല്ല? അല്ല അല്ല രാജീവച്ചൻ എന്തുകൊണ്ട് ഇത് ഓക്കെ അല്ലാത്തേ? അല്ല, പക്ഷെ അപ്പോഴും കണ്ടീഷൻ സെറ്റ് ചെയ്ത ദൈവമല്ല. കണ്ടീഷൻ ആ പോയിന്റ് ശ്രദ്ധിക്കണം. കണ്ടീഷൻ സെറ്റ് ചെയ്തത് ദൈവമല്ല. ദൈവം എന്ത് ചെയ്തു? ഫോർ നോളജിൽ ദൈവം ചെയ്തത് ദൈവം കണ്ടു. സുവിശേഷം കേൾക്കുമ്പോൾ ആരൊക്കെ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുമെന്നും ആ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളെ ദൈവം പിക്ക് ചെയ്തു. അതാണ് എലക്ഷൻ. അവരുടെ പേര് എന്ത് ചെയ്തു? പുത്രൻ്റെ കൊടുത്തു. ഓക്കെ ആണ് അല്ലേ? അല്ലേ? പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്തെന്നറിയാമോ? ലൂസിഫർ വീണ പ്രശ്നം എന്തായിരുന്നു? പ്രൈഡ്. അപ്പോൾ കണ്ടീഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് പ്രൈഡുണ്ട്. നിങ്ങൾക്ക് പറയാം ഞാൻ സുവിശേഷം കേട്ട് റെസ്പോണ്ട് ചെയ്തത് കൊണ്ടാണ്. കൃപ എന്നുള്ള വാക്കിന് അവിടെ എന്ത് വരുന്നില്ല? ഇമ്പോർട്ടൻസ് വരുന്നില്ല. നമ്മൾ കേൾക്കുന്ന 99.9% ക്രിസ്ത്യൻ മെസ്സേജസും ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് നിരുപാധികം തള്ളിക്കളയേണ്ടതാണ്. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പെൻഡക്കോസ്റ്റൽ വ്യൂവിൻ്റെ പ്രശ്നം ഞാൻ പിന്നെ അതിലേക്ക് വരുന്നുണ്ട്. നമുക്ക് വരാം. ഇതിനകത്ത് ഈ കണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയാമോ? 99.9% എന്ത് ചെയ്തു? ദൈവം ചെയ്തു. 1% ഉണ്ട്. ആ 1% എന്താ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് സ്വീകരിക്കണം. മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഈ കണ്ടീഷണൽ ഇലക്ഷൻ പ്രസംഗിക്കുന്ന ആൾക്കാർ സ്ഥിരമായി പറയുന്ന കഥകൾ ഇങ്ങനത്തെ കഥകളാണ്. ഉദാഹരണം പറഞ്ഞാൽ പാപത്തിൻ്റെ പ്രശ്നം കൊണ്ട് വയ്യാതെ മരിക്കാൻ കിടക്കുന്ന നിങ്ങളെ എന്ത് ചെയ്തു? ദൈവം ഒരു സ്പൂണിൽ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന മെഡിസിനാണ് എന്ത്? സാൽവേഷൻ. ഓൾ യു ഹാവ് ടു ഡു ഈസ് എന്താ? നിങ്ങളുടെ മൗത്ത് തുറന്നൊന്ന് കുടിച്ചാൽ മതി അല്ലേ? ഇതാണ് കണ്ടീഷണൽ എലക്ഷൻ. ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ പാപം കൊണ്ട് മരിക്കാൻ കിടക്കും. ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ വായിലോട്ട് ആ സാൽവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് തുറന്നു കൊടുത്താൽ മതി അല്ലേ? ഇതാണ് എന്ത്? കണ്ടീഷണൽ എലക്ഷൻ. ഇങ്ങനത്തെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതുപോലത്തെ സാധനങ്ങൾ ഒരുപാട് കഥകളുണ്ട് അല്ലേ? ബോട്ടിൻ്റെ നിങ്ങളും വെള്ളത്തിൽ വീണ് എന്ത് ചെയ്യാൻ പോവാ? മരിക്കാൻ പോവാ. ഓൾ യു ഹാവ് ടു ഡു ഈസ് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ സനോ ഇതിൻ്റെ അകത്ത് എക്സ്പെർട്ടാണെന്ന് എനിക്കറിയാം. ബോട്ടിൻ്റെ കഥ എന്താ? നിങ്ങൾ വെള്ളത്തിൽ വീണ് എന്ത് ചെയ്യാൻ പോവാ? മരിക്കാൻ പോവാ. ഓൾ യു ഹാവ് ടു ഡു ഈസ് നിങ്ങളുടെ മുന്നിലേക്ക് ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു തരുമ്പം അതൊന്ന് പിടിക്കുക മാത്രം ചെയ്താൽ മതി അല്ലേ? ഇത്രയും ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ അകത്തെ പ്രശ്നം ഇവിടെ വരുന്നത് അറിയാമോ? ആദ്യത്തെ നാത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വാ തുറക്കണം. രണ്ടാമത്തെ നാത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഒന്ന് കയറി പിടിക്കണം. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഇച്ചിരി ജീവൻ വേണം. പക്ഷേ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾക്ക് ഒരു തരി ജീവൻ പാപം നിങ്ങൾക്ക് വെച്ചിട്ടില്ലായിരുന്നു. ന്യായപ്രമാണം വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. നിങ്ങൾക്ക് വാ തുറക്കാൻ ഉള്ള ജീവനുള്ളവരല്ല. യെസ്, നമ്മൾ ശത്രുക്കളായിരുന്നു. ആ വാക്ക് അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. അപ്പോൾ ഈ കണ്ടീഷണൽ ഇലക്ഷൻ പറയുന്ന കഥകളുടെ എല്ലാം പ്രശ്നം യു ആർ നോട്ട് ഫുള്ളി ഡെഡ്, യു ആർ ഹാഫ് ഡെഡ്. മനസ്സിലായോ? പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. നിങ്ങൾ ഫുള്ളി ഡെഡായിരുന്നു. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്നറിയാമോ? നിങ്ങൾക്ക് 99.9% ദൈവം ചെയ്തിട്ടും വാ തുറക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വിട്ടു തന്നാൽ യു വിൽ ഇവഞ്ച്വലി എൻ്റെ അപ്പ് എവിടെ? പ്രൈഡിൽ വന്ന് വീഴും. എനിക്ക് അറിയാവുന്ന ഞങ്ങളുടെ നാട്ടിലൊരു പുള്ളി മരത്തിൽ നിന്ന് വീണു. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ, ഈ മരം വെട്ടും എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ. നമ്മുടെ മറ്റേ വലിയ ആഞ്ഞിലി തേക്കൊക്കെ ആൾക്കാർ വന്ന് മരത്തെ കയറി മരം മുറിക്കും. അപ്പോൾ അത് അടിയിൽ നിന്ന് വെട്ടുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യും? മേളിൽ കയറിയിട്ട് കോതുക എന്ന് പറയും. ഈ കൊച്ചു സാധനം എല്ലാം കോതും. അപ്പോൾ ഞങ്ങളുടെ ഒരു പുള്ളി എൻ്റെ ചെറുപ്പത്തിലാണ്. പുള്ളി മേളിൽ കയറിയിട്ട് ഇത് കോതും നടക്കുക. ഇന്നോ കൈ തന്നെ പോവോ ഒടിയോ എങ്ങാണ്ട് ചെയ്തിട്ട് പുള്ളി വീണു. അറിയാമല്ലോ, ആഞ്ഞിലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റുള്ള സാധനമാണ്. ഈ പുള്ളി വീണ് താഴെ വരാറായപ്പം പുള്ളി ചെയ്തൊരു പണിയെന്ന് പറഞ്ഞാൽ എന്തോ അന്നേരത്തെ ബോധത്തിൽ പുള്ളി ഒരു താഴെ വരാറായപ്പോൾ ഒരു കൊമ്പയിലെങ്ങാണ്ട് കയറി പിടിച്ചിട്ട് ആ വന്ന ഊക്കിന് പുള്ളിയുടെ കൈ ഒടിഞ്ഞു.
കയറി പിടിച്ചപ്പം കൈ ഒടിഞ്ഞു. പക്ഷേ ഈ വന്ന സ്പീഡ് കുറഞ്ഞിട്ട് പുള്ളി താഴെ വീണിട്ട് പുള്ളിക്കൊന്നും പറ്റിയില്ല. അപ്പോഴേ പുള്ളി മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കൈയെല്ലാം സെറ്റായി. പിന്നെ പുള്ളി ആൾക്കാർ കാണാൻ ചെല്ലുമ്പോഴെല്ലാം പുള്ളിക്ക് പറയാനുള്ള കഥ എന്താണെന്നറിയാമോ? മേളിൽ നിന്ന് വീഴുമ്പം എനിക്ക് മനസ്സിലായി സംഭവം കൈവിട്ട് പോയെന്ന്. പിന്നെ ഞാൻ മറ്റേ ഒരു പിടി പിടിച്ചു. അപ്പം ബേസിക്കലി ഒരു പിടി മതി നിനക്ക് പ്രശംസിപ്പാൻ വഴിയുണ്ട്. ഒരു പിടി മതി പ്രശംസിപ്പാൻ വഴിയുണ്ട്. എന്നെ 99.9999 ദൈവം ചെയ്തിട്ടും 1% എനിക്ക് തന്ന നിത്യതയെ പോയി എനിക്ക് പ്രശംസിപ്പാൻ വഴിയുണ്ട്. അത്രയ്ക്ക് മോശമാണ് ഞാൻ, അത്രയ്ക്ക് മോശമാണ് മനുഷ്യർ. ദൈവം എന്തെങ്കിലും കണ്ടീഷൻ്റെ ബേസിൽ ദൈവം നിങ്ങളെ ചൂസ് ചെയ്താൽ, ആ കണ്ടീഷൻ നിങ്ങളുടെ മണ്ടയ്ക്ക് വെച്ചാൽ നിങ്ങൾക്ക് പ്രശംസിപ്പാൻ എന്തുണ്ട്? വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ എൻ്റയർ സാൽവേഷൻ്റെ ആസ്പെക്റ്റിന് ഒരു അർത്ഥമില്ലാതായിപ്പം. ബിക്കോസ് ഇവഞ്ച്വലി യു വിൽ എൻഡ് അപ്പ് വെയർ? പ്രൈഡ്. അപ്പം അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ, സാൽവേഷൻ അർത്ഥവത്താവണമെങ്കിൽ എന്തു വേണം? അൺകണ്ടീഷണൽ എലക്ഷൻ. എലക്ഷൻ എന്തിൻ്റെ ബേസിലാണ്? ഒരു കണ്ടീഷനും ഇല്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഒരു കണ്ടീഷനും ഇല്ല. ദൈവം മോശയോട് പറയുക, എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക്, ആ സിമ്പിൾ ആസ് ദാറ്റ്. എനിക്ക് കരുണ തോന്നി, അത്രേ ഉള്ളൂ. വേറെ അതിൻ്റെ അകത്ത് ചോദ്യമൊന്നുമില്ല. എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നു. 1-2 വാക്യം നമുക്ക് വായിക്കാം. മറ്റേ എഫേഷ്യൻസ് 2:1-5 ഒന്ന് വായിച്ചേ ചേച്ചി. 2:1-5. നോക്കിക്കേ, അതിക്രമങ്ങളാലും പാവങ്ങളാലും നമ്മൾ എന്ത് ചെയ്തവരായിരുന്നു? മരിച്ചവരായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് വന്നിട്ട് നീ ഒന്ന് വാ തുറന്നാൽ മതിയെന്ന് പറഞ്ഞാൽ, കുഞ്ഞെ ഞാൻ മരിച്ചു, എനിക്ക് വാ തുറക്കാൻ പറ്റത്തില്ല. അതിക്രമങ്ങളാലും പാവങ്ങളാലും ഞാൻ മരിച്ചവനാണ്. എൻ്റെ അടുത്ത് ലൈഫ് ജാക്കറ്റ് എറിഞ്ഞ് തന്നാൽ, ഡെഡ് ബോഡിയൊക്കെ ലൈഫ് ജാക്കറ്റ് എറിഞ്ഞ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഞാൻ മരിച്ചവനായിരുന്നു, എനിക്ക് ഇതിൻ്റെ അകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിനി ആരെങ്കിലും വന്നിട്ട് ആദി ദൈവം ചെയ്ത പോലെ എന്നിലേക്ക് ജീവശ്വാസം ഊതുകയല്ലാതെ ഒരു വഴി ഇവിടെ എന്ത് ചെയ്യത്തില്ല, വർക്കൗട്ട് ആവത്തില്ല. അപ്പോൾ നമ്മൾ എന്തായിരുന്നു? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടീഷണൽ എലക്ഷൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, വർക്കൗട്ട് ആവത്തില്ല. എന്തേ വർക്കൗട്ട് ആവത്തുള്ളൂ? ഒരു കണ്ടീഷൻസും ഇല്ലാത്ത എന്തേ വർക്കൗട്ട് ആവത്തുള്ളൂ? എലക്ഷനെ വർക്കൗട്ട് ആവത്തുള്ളൂ. മലാഖി 1:2-3 ഒന്ന് വായിക്കൂ. ആ 2-3. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി. മതി, അത്ര മതി. നോക്കിക്കേ, ഈ മലാക്കി പ്രവചനം എന്തോന്നറിയാമോ? മത്തായിക്ക് മുമ്പുള്ള ലാസ്റ്റ് പുസ്തകമാണെന്ത്? പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണെന്ത്? മലാക്കി. അപ്പോൾ നോക്കിക്കേ, ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പാപം ചെയ്തൊരു പോയിന്റിലെത്തി. അപ്പോൾ യഹോവയായ ദൈവം പറയാം, ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, 400 വർഷം ഞാൻ എന്ത് ചെയ്യത്തില്ല, നിങ്ങളോട് സംസാരിക്കത്തില്ല. അപ്പോൾ ഒരു ലാസ്റ്റ് കോൺവെർസേഷനാണ്. ഇനി 400 വർഷം ദൈവം എന്ത് ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല. അതിനു മുമ്പത്തുള്ള ഒരു ഫൈനൽ കോൺവെർസേഷനാണ്. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളാണെങ്കിൽ ഡെയിലി അങ്ങ് അടിമത്തം. ഒരിടത്തു നിന്ന് തിരിച്ചു വന്ന് ഒന്ന് പണിത് അങ്ങോട്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് അടുത്തവൻ വരുന്നു, അടിച്ച് തോട്ടിക്കളയുന്നു, അടിമത്തത്തിൽ കൊണ്ടുപോകുന്നു. ഇവരങ്ങ് ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവർ മടുത്തിട്ട് ദൈവത്തോട് ചോദിക്കുന്ന 7 ചോദ്യങ്ങളാണ് എന്ത്? മലാക്കി. അപ്പോൾ അതിൽ ഇവർ ഒന്നാമത്തെ ചോദ്യം യഹോവയായ ദൈവത്തോട് ചോദിക്കുക, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, ഞങ്ങൾ ഏതിനാൽ അറിയും നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ ദൈവം പറയാവാ, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചതിനാൽ തന്നെ. കാരണം ഇസ്രായേൽ മക്കൾ ആരാ? യാക്കോബിൻ്റെ സന്തതികളാണല്ലോ. അബ്രഹാം, ഇസ്ഹാക്ക് യാക്കോബിൽ നിന്നാണല്ലോ 12 പിരിഞ്ഞ് അവരെയാണ് ആരെന്ന് വിളിക്കുന്നത്? ഇസ്രായേലിനെ. അപ്പം നോക്കിയേ, യഹൂദന്മാരുടെ നിയമം വെച്ചിട്ട് ഈ അവകാശം കിട്ടുന്നത് ആർക്കാ? മൂത്ത ആദ്യജാതനാണ് എന്ത് ചെയ്യുന്നത്, അവകാശം കിട്ടുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കിട്ടേണ്ടത് ആർക്കായിരുന്നു? ഏശാവിനാ. പക്ഷെ ദൈവം പറയാവാ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഏശാവിനെ വെറുത്തു,
യാക്കോബിനെ ഞാൻ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഇനിയും റോമാലേഖനത്തിൽ പൗലോസ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് തരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ തെരഞ്ഞെടുപ്പ് എവിടെ വെച്ചാണ് നടന്നേ? ഈ തെരഞ്ഞെടുപ്പ് എവിടെ വെച്ച്? അല്ലല്ല, അതാ ഓക്കെ. ഞാൻ പറഞ്ഞേ, ദൈവം പറഞ്ഞില്ല ഞാൻ എന്ത് ചെയ്തു, യാക്കോബിനെ എനിക്കിഷ്ടമാണ്, ഏശാവിനെ ഞാൻ വെറുത്തു എന്ന് പറഞ്ഞില്ലേ? ഈ തെരഞ്ഞെടുപ്പ് എവിടെ നടന്നേ? ഇവരുടെ അമ്മ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പം വയറ്റിൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഇവരുടെ അമ്മ റബേക്കയല്ലേ റബേക്ക ദൈവത്തോട് ചോദിക്കുക, എന്തുവാ എൻ്റെ വയറ്റിൽ ഇത്രയും പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുക, നിൻ്റെ വയറ്റിൽ 2 നേഷനാണ് വളരുന്നേ, അതിൽ ഇളയവൻ എന്ത് ചെയ്യും? മൂത്തവൻ എന്ത് ചെയ്യും? മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. അപ്പം മൂത്തവൻ ഇളയവനെ സേവിക്കണമെന്നുള്ള തിരഞ്ഞെടുപ്പ് എവിടെ വെച്ച് നടന്നു? അമ്മയുടെ വയറ്റിൽ വെച്ച് നടന്നു. ജനിച്ചിട്ടാണെങ്കിൽ പറയാം മൂത്തവൻ മഹാമോശമാണ് കേട്ടോ, അവൻ്റെ സ്വഭാവം ഒന്നിനും കൊള്ളത്തില്ല, പക്ഷേ ഇളയവൻ നല്ല പയ്യനാണ്, അവൻ നന്നായിട്ട് നടന്നതുകൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു എന്ന് പറയാം. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് ജനിക്കുന്നതിന് മുമ്പ് വയറ്റിൽ കിടന്നപ്പോഴാണ്. അപ്പോൾ ഏത് പ്രവൃത്തി വെച്ചിട്ടാണ് തിരഞ്ഞെടുത്തത്? അപ്പം നിങ്ങൾ പറ, ഏത് കണ്ടീഷൻ വെച്ചിട്ടാണ് തിരഞ്ഞെടുത്തത്? ഇനി നിങ്ങൾ പറ, ഇതിലേതാണ് തിരഞ്ഞെടുപ്പിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ജനിച്ചിട്ട് യുവന്മാർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 വയസ്സുള്ളപ്പം ദൈവം പറയുക മൂത്തവൻ വേണ്ട, എനിക്ക് ഇളയവൻ മതിയെന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പം ദൈവം പറയുക മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. എന്നിട്ട് പറയുക ഞാൻ യാക്കോബിനെ തിരഞ്ഞെടുത്ത, ഞാൻ ഏശാവിനെ വെറുത്തു എന്ന്. എന്തിനാ ഏശാവിനെ വെറുതെ വയറ്റിൽ കിടന്നപ്പോൾ? എന്തിനാ യാക്കോബിനെ സ്നേഹിച്ചേ വയറ്റിൽ ജനിക്കുന്നതിന് മുമ്പ്? അതിൻ്റെ പേരാണ് അൺകണ്ടീഷണൽ എലക്ഷൻ എന്ന് പറയുന്നത്. എന്തിനാ പിങ്കിയെ തിരഞ്ഞെടുത്തതെന്നറിയാമോ? നമുക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. എന്നെ എന്തിനാ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമുക്കൊരു പ്രശ്നമുണ്ട് മനുഷ്യന്മാർക്ക്, നമുക്കെപ്പോഴും ദൈവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു പൊസിഷനിൽ കൊണ്ട് നിർത്തണമെന്നൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്കതിനെ ദൈവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മാന്യനാക്കി നിർത്തണമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. അതാണ് നമ്മളെ എപ്പോഴും ഇതിൻ്റെ അകത്ത് കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു നല്ല പൊസിഷനിൽ കൊണ്ട് നിർത്താൻ പറ്റും. എവിടെ? അത് ദൈവം മോശമൊന്നും ചെയ്തിട്ടില്ല. ദൈവം നേരത്തെ അറിയാമായിരുന്നു ആരൊക്കെ നല്ലത് ചെയ്യുമെന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിനക്ക് പ്രൈഡുണ്ട്. ഇതിൻ്റെ അകത്തിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്ക് ഒന്നറിയാം, ദൈവത്തിൻ്റെ എലക്ഷൻ എപ്പോഴും അൺകണ്ടീഷണലാണ്. ഒരു കണ്ടീഷനും ഇല്ലാതാണ് ദൈവം എന്നെ സ്നേഹിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രൈഡ് 0 അതുകൊണ്ട് തന്നെ എനിക്ക് പുകഴാൻ എന്തില്ല? ഒന്നും ഇല്ല. അപ്പോൾ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ നോക്കിക്കേ, ഇലക്ഷൻ്റെ കേസിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ 3 ഇലക്ഷൻ്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഏതിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ? ഓക്കെ, ഇനി നമ്മളതിൻ്റെ മറുപടി ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? എലക്ഷൻ ഉണ്ടെന്ന് നമ്മളെല്ലാവരും ഉറപ്പിച്ചു. ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? എന്തോ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിനെ ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞത്. ചിലർ പറഞ്ഞു എലക്ഷൻ ഒന്നുമില്ല, ദൈവം എന്ത് ചെയ്തു? ഫ്രീ വില്ല് കൊടുത്തു, മനുഷ്യൻ ഡിസൈഡ് ചെയ്യട്ടെ, ഗോസ്പെൽ റെസ്പോണ്ട് ചെയ്യുന്നതിനോട് അവർ റെസ്പോണ്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ നമ്മൾ വായിച്ച വാക്യങ്ങളിലെല്ലാം പുത്രൻ പറയുന്നുണ്ട്, നീ എനിക്ക് തന്നവർ പിതാവ് ആകർഷിക്കാതെ ആരും വരുന്നില്ല. അപ്പം നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? കണ്ടീഷണൽ എലക്ഷൻ. അവിടെ എന്താണ്? ദൈവം എല്ലാം ചെയ്യുന്നു, പക്ഷേ ചെറിയൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, മനുഷ്യൻ എന്ത് ചെയ്യണം? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. പക്ഷേ നമ്മൾ പറഞ്ഞ ആ റെസ്പോണ്ടിൽ പോലും എന്തുണ്ട്? പ്രൈഡുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അതിനെ തള്ളിക്കളഞ്ഞു. മൂന്നാമത്തെ എന്താണ്? അൺകണ്ടീഷണൽ. അത് നമ്മൾ സ്വീകരിക്കാൻ കാര്യം നമ്മൾ ഇതിനെ തള്ളിയത് കൊണ്ടല്ല, ബൈബിള് കാണിച്ചു തരുന്നതിൽ യഹോവയായ ദൈവം പറയുന്നതിനകത്തിൽ പോലും എന്താ പറയുന്നത്? ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ. അത് ആക്ച്വലി മാനുഷിക നിയമത്തിനെതിരാണ്. എന്തെതിര്? മൂത്ത ജ്യേഷ്ഠന് ജ്യേഷ്ഠാവകാശം എന്നുള്ള നിയമത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ദൈവം ഇളയവനെ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? അവൻ അവകാശം കൊടുക്കുകയും മൂത്തവനെ എന്ത് ചെയ്യുകയും അവകാശത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുക. ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അവർ ജനിക്കുന്നതിന് മുമ്പായതുകൊണ്ട് തന്നെ ഒരു കണ്ടീഷനും അവിടെ എന്തല്ലായിരുന്നു? ആ തെരഞ്ഞെടുപ്പിൽ ആപ്ലിക്കബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ആംഗിളിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ബൈബിളിനെ മൊത്തത്തിൽ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് 99 ആടിനെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരെണ്ണത്തെ ദൈവം തേടിപ്പോയെന്ന് ഇപ്പം മനസ്സിലായോ? 99 എണ്ണത്തിനെ ദൈവം എന്ത് ചെയ്തു? വിട്ടു. പക്ഷേ നഷ്ടപ്പെട്ട ഒരെണ്ണത്തെ ദൈവം എന്ത് ചെയ്തു? തേടിപ്പോയത് എന്താണെന്ന് മനസ്സിലായോ? ഒരു ബ്രഹ്മ
വീട് മുഴുവൻ അടിച്ചു വാരി നോക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവിടെയാണ് അൺകണ്ടീഷണൽ എലക്ഷൻ. ഒരു കണ്ടീഷനും ഇല്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ 2-3 ചോദ്യങ്ങൾ വന്നല്ലേ. അനുവാൻ്റെ ചോദിച്ച ചോദ്യം എന്തുമായിരുന്നു? ലൈക്ക് ലൂസിഫർ വീണപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ലൂസിഫറിനെ റിഡീം ചെയ്തില്ല, പക്ഷെ മനുഷ്യനെ റിഡീം ചെയ്തു? അപ്പോൾ ലൂസിഫറിനോട് ചെയ്യുന്ന നീതിമാനായ ദൈവം ചെയ്യുന്നത് നീതികേട് അല്ലേന്നൊരു ചോദ്യം വന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൻ്റെ അകത്തിലെ ഒരു ചോദ്യത്തിലുമുണ്ട്. ഇപ്പം ദൈവം അൺകണ്ടീഷണലായിട്ട് എലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നോക്കിക്കേ, ഇവിടെ 1, 2, 3, 4 മനുഷ്യന്മാരാണെന്ന് വിചാരിക്കുക. ഈ ദൈവം ഇയാളെ മാത്രം എന്ത് ചെയ്തു? എലക്ട് ചെയ്തു. ബാക്കി 3 പേരെ എന്ത് ചെയ്തില്ല? എലക്ട് ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരത്തില്ല, ദൈവം അനീതിയാണെന്ന് ഈ കാണിക്കുന്നേ. നമ്മൾ എന്തിനാണ് ഇതിപ്പോൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതേ ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്, റോമാലേഖനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ റൂട്ട് സ്റ്റഡി നടത്തേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം ഇത് ഉറച്ചിരിക്കുകയാണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം എന്താ? ദൈവം അനീതിയാണോ കാണിക്കുന്നത്? കാരണം ഒരാളെ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. മറ്റു 3 പേരെ ദൈവം എന്ത് ചെയ്തു? സെലക്ട് ചെയ്തില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ 4 പേരോടും ദൈവം എന്ത് ചെയ്തില്ല? ഒന്നും ചെയ്യുന്നില്ല. ദൈവം ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല ഈ 4 പേർക്കും. റോമാലേഖനത്തിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നല്ലത് ചെയ്തവന് നല്ലതും പന്നൽ ചെയ്തവന് പന്നലും കൊടുക്കാൻ മാത്രമേ ദൈവം നീതിമാനായ ദൈവത്തിന് അതിനെ ഉള്ള റെസ്പോൺസിബിലിറ്റി. അപ്പം ബേസിക്കലി ഈ ഒരാളെ ദൈവം എലക്ട് ചെയ്തപ്പം ഈ 3 പേർക്ക് കിട്ടുന്നത് ജസ്റ്റിസാണ്. ഇവർക്കൊരു അനീതിയും കിട്ടുന്നില്ല. ഇവർ ചെയ്തതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം അവർക്ക് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ദൈവം ആർക്കും ഒന്നും എന്ത് ചെയ്യുന്നില്ല? ചെയ്യുന്നില്ല. ഈ സെയിം ഇതിൽ അപ്പോൾ ഇയാളോട് ദൈവത്തിന് കരുണ തോന്നി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ദൈവത്തിന് അയാളോട് കരുണ തോന്നി. എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് എന്ത് തോന്നുന്നു? കരുണ തോന്നുന്നു. ആ സിമ്പിൾ ആസ് ദാറ്റ്. ദൈവത്തിന് അങ്ങ് കരുണ തോന്നി. അത് നമ്മളോടും ദൈവത്തിന് എന്ത് ചെയ്തു? കരുണ തോന്നി. എനിക്കറിയത്തില്ല എന്തിനാ എന്നോട് ഒരു പക്ഷേ നമ്മൾ ഗ്ലോറിഫൈഡ് ആവുമ്പം നമുക്കൊരു പക്ഷേ അത് മനസ്സിലാവുമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതുവരെ എനിക്കറിയത്തില്ല എന്തിനാ എന്നോട് കരുണ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ ഒരു മെറിറ്റിലുമല്ല എന്നോട് ദൈവത്തിന് എന്ത് തോന്നുന്നേ? കരുണ തോന്നുന്നേ. ദൈവം നമ്മളിലേക്ക് നോക്കുമ്പം അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മെറിറ്റിൽ ദൈവത്തിന് കരുണ തോന്നിയാൽ വേദപുസ്തകം മൊത്തം തെറ്റായി മാറും. കാരണം വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവം മേളിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യനെ നോക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല, എല്ലാവരും കൊള്ളരാത്തോടെ പോയി. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എടുത്ത് പറയണ്ടായിരുന്നോ? അബ്രഹാം ഒഴിച്ച് എല്ലാവരും അല്ലെങ്കിൽ ദാവീദ് ഒഴിച്ച് എല്ലാവരും എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഒരുത്തൻ പോലുമില്ല, എല്ലാവരും എന്ത് ചെയ്തു? അതുകൊണ്ട് തന്നെ ദൈവം ആരോടും ചെയ്യുന്നില്ല, ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല. ലൂസിഫറിനോടും ദൈവം എന്ത് ചെയ്തിട്ടില്ല? കടപ്പെട്ടിട്ടില്ല. ദൈവം ഒരു പ്രോമിസ് കൊടുത്തിട്ടില്ല, മോനെ നീ വീണാൽ ഞാൻ കരുതിക്കോളാമെന്ന് പ്രോമിസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം കടപ്പെട്ടിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂസിഫറിനെ വീണ ദൂതനെ തിരിച്ചെടുക്കാത്തതിൽ ദൈവം കടപ്പാടില്ലാത്തിടത്തോളം ദൈവം അവിടെ അനീതി കാണിക്കുന്നില്ല. മനസ്സിലായോ? പക്ഷെ മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? ഒരു റിഡംഷൻ പ്ലാൻ ഉണ്ടാക്കി. അതും കടപ്പാട് കൊണ്ടല്ല, ദൈവത്തിന് എന്ത് തോന്നി? കരുണ തോന്നി. ആ സിമ്പിൾ ആസ് ദാറ്റ്. അത്ര മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ബൈബിൾ എന്താണ് ഈ ഇലക്ഷനെ പറ്റി പറയുന്നത് നമ്മൾ നോക്കി. ഒന്ന് നമ്മളിപ്പോൾ എന്ത് കണ്ടു? ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും കാര്യം പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? ദൈവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തിക്ക് അവിടെ എന്തില്ലായിരുന്നു? ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ഇനിയും വായിച്ചേ അടുത്തൊരു വാക്യം, ഉൽപ്പത്തി 6:8 വായിച്ചേ. ഉൽപ്പത്തി 6:8. നോഹയ്ക്ക് എന്ത് കിട്ടി? യഹോവയുടെ കൃപ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് നോഹയുടെ കാലത്ത് ആരായിരുന്നു? നീതിമാനൊക്കെ ആയിരുന്നു. പക്ഷെ ആദ്യം സംഭവിച്ച എന്താ? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പക്ഷെ നമ്മുടെ പാസ്റ്റർമാരെ പ്രസംഗിക്കുന്നത് എങ്ങനെ? വർഷങ്ങളായി നടന്ന ഒരു കാലഘട്ടത്തിൽ നോഹ മാത്രം നീതി പ്രസംഗിയായിട്ട് നടന്നു. നോഹ നന്നായിട്ട് ജീവിച്ചു. നോഹ നല്ലതായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നോഹയെ തിരഞ്ഞെടുത്തു. പക്ഷെ ബൈബിൾ പറയുന്നത് അങ്ങനല്ല. നോഹയ്ക്ക് യഹോവയുടെ എന്ത് കിട്ടി? കൃപ ലഭിച്ചു. കൃപയെന്നല്ലാതെ മനുഷ്യനായി ജനിച്ച വേറൊരാൾക്കും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല. കണ്ണു തുറന്ന് വായിച്ചാൽ മറിയയുടെ അടുത്ത് വന്നിട്ട് എന്ത് ദൂതം പറയുന്നേ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. മറിയ അങ്ങ് ഭയങ്കര പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല മറിയ തിരഞ്ഞെടുത്തത്. കൃപ ലഭിച്ചു.
ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മളങ്ങ് നന്നായിട്ട് നടക്കുന്നതുകൊണ്ട്, നമ്മുടെ കൂട്ടുകാരൻ മോശക്കാരനായതുകൊണ്ടും അല്ല. കൃപ ലഭിച്ചു. നമ്മൾ നോഹ എടുത്ത് കാണുമ്പോൾ നമ്മൾ നോഹ പഠിച്ചോളൂ, നല്ല കാര്യം, നോഹയുടെ ക്യാരക്ടറൊക്കെ നോക്കിക്കോളൂ. പക്ഷേ ദ വെരി ഫസ്റ്റ് തിങ് വി ഹാവ് ടു സീ ഇസ് നോഹയ്ക്ക് നല്ല ക്യാരക്ടർ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവനാണെങ്കിൽ, ഇഫ് യു ആർ ട്രൂലി റീജനറേറ്റഡ്, നമ്മുടെ ക്യാരക്ടറിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നമ്മളെ കാണുന്നവൻ അറിയാം ഇവനൊരു പ്രത്യേകതയുണ്ടെന്നറിയാം. അതൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് എന്താണ്? കൃപ ലഭിച്ചു. പക്ഷെ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ എങ്ങനെയാ? ഞാനൊരിക്കൽ രാജിവെച്ച് നമ്മളിതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. മറ്റേ ശമൂവേൽ ബാലനല്ലേ ആലയത്തിൽ കിടക്ക വിരിച്ചതിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പം, ശമൂവേൽ ബാലൻ ആലയത്തിൽ കിടക്ക വിരിച്ചത് കൊണ്ടല്ല ദൈവം ശമൂവേൽ ബാലനെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശമൂവേൽ ബാലനെ പ്രശംസിക്കാൻ വഴിയുണ്ട്. മറ്റേ പിള്ളേരൊക്കെ മഹാമോശം, അവന്മാർ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്ക വിരിച്ചപ്പോൾ ഞാൻ പക്ഷേ ആലയത്തിൽ എന്ത് ചെയ്തു? കിടക്ക വിരിച്ചു. പക്ഷേ ശമൂവേൽ ബാലനെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ദൈവം ശമൂവേൽ ബാലൻ എന്ത് ചെയ്യുന്നത്? ആലയത്തിൽ കിടക്ക വിരിക്കുന്നത്. അപ്പം നമ്മൾ കിടക്ക വിരിക്കണോ? ഡെഫിനറ്റായിട്ടും ഇഫ് യു ആർ ചോസൻ, നമ്മൾ നമ്മുടെ കിടക്ക നല്ല സ്ഥലത്ത് വിരിക്കണം. പക്ഷേ അതിൻ്റെ അകത്തിൽ എനിക്ക് എന്തില്ല? ഒരു മെറിറ്റും ഇല്ല. എനിക്ക് ആദ്യം ലഭിച്ചത് എന്താ? കൃപ ലഭിച്ചു. ആ ആസ്പെക്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? കൃപയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. നമ്മൾ മനസ്സിലായോ? റീജനറേഷനിൽ ഇതെല്ലാം എൻ്റെ മണ്ടയ്ക്ക് തന്നു, പിന്നെ എനിക്ക് പ്രോഗ്രഷൻ ഉണ്ട്. അതിനകത്തിൽ ഇറ്റ്സ് ഓക്കെ. ദൈവം എന്നെ ഇതല്ല നോക്കുന്നത്, ദൈവം എൻ്റെ ഇതാ നോക്കുന്നത്. അതിനകത്ത് എനിക്കൊരു റോളും ഇല്ല. ദൈവം എൻ്റെ മണ്ടയ്ക്ക് വെറുതെ തന്നതാണ്. സൗജന്യമായിട്ട് എന്ത് ചെയ്തു? എന്നെ നീതീകരിച്ച് എനിക്ക് രക്ഷ തന്നു. അപ്പം നോക്കി, നോഹയുടെ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് നോക്കാം. ഡ്യൂട്രോണമി 7:6 വായിച്ച്. ആവർത്തനം 7:6 ഇസ്രായേലിനെ എങ്ങനെ തിരഞ്ഞെടുത്തെന്ന് നോക്കി. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നു. നോക്കി, ഇസ്രായേലിനെ തിരഞ്ഞെടുത്തിട്ട് യഹോവയായ ദൈവം പറയവാ, നിങ്ങൾ വലിയ പുള്ളികളായതുകൊണ്ടൊന്നും അല്ല എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്ത്. സംഖ്യയുടെ പെരുപ്പം നോക്കിയിട്ടാണ് നിങ്ങളെക്കാട്ടിലും നല്ല ജാതികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു. നിങ്ങളുടെ ഒന്നും കണ്ടിട്ടല്ല ഞാൻ എന്ത് ചെയ്തത്? നിങ്ങളെ തിരഞ്ഞെടുത്തത്. നോക്കി, ആബ്സല്യൂട്ട് കൃപ, ആബ്സല്യൂട്ട് മേഴ്സി. ദൈവത്തിന് ഒരാളോട് ചോദിക്കുക. അപ്പോൾ നോക്കി, ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്രായേൽ മാത്രമാണോ? അപ്പുറത്ത് ഫെലിസ്ത്യരുണ്ട്, ഏദോമേറ്റ്സ് ഉണ്ട്, എന്തോരം നാട്ടുകാരുടെ ഉണ്ടല്ലേ. പക്ഷേ ദൈവം നടുക്ക് കടന്ന ഒരു ഇസ്രായേലിനെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എന്തിന്? അറിയത്തില്ല. കൃപ. അതിന് എന്താ ചോദ്യം ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ആൻസറാണ് ദൈവം പറഞ്ഞത്. ഞാൻ ഏശാവിനെ തള്ളി യാക്കോബിനെ സെലക്ട് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം വീണ്ടും പറഞ്ഞു യേശയ്യാവിനോടോ, ആരോടെ പറഞ്ഞ? യിരെമ്യാവിനോടോ? കുശവൻ്റെ അടുത്ത് പോകും. കുശവൻ എന്ത് ചെയ്യുന്നു? ഒന്നിനെ മാനത്തിനായിട്ട് ഒന്നിനെ എങ്ങനെയാ വെച്ചാൽ വാക്ക് രാജോചന അത് പ്രസംഗിച്ചിട്ടുണ്ട്. കുശവൻ എന്ത് ചെയ്യുന്നു? ഒന്നിനെ മാനത്തിനായിട്ടും ഒന്നിനെ ഹീനത്തിനായിട്ടും ഉണ്ടാക്കുന്നതിന് ചോദിക്കാൻ, കുശവനോട് ചോദിക്കാൻ റൈറ്റ് ഇല്ല. നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കാൻ റൈറ്റ് ഇല്ല. ആ സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷേ മാനുഷികമായിട്ട് ദിസ് സൗണ്ട്സ് ബെറ്റർ. നമുക്ക് നല്ല ഗോഡിനെ, മനുഷ്യൻ്റെ കണ്ണിലെ നല്ല ഗോഡിനെ പ്ലേസ് ചെയ്യാൻ ഇത് ഈസി ആയിട്ട് സഹായിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതലും ആൾക്കാർ ഇതിൻ്റെ പുറകെ പോകും. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് അതല്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ഇതാണ്. ബിക്കോസ് ഇതിൽ നിനക്ക് സ്റ്റിൽ എന്തുണ്ട്? പ്രൈഡിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കണ്ടോ, നമ്മളെല്ലാം ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നതിൽ എന്താണെന്നറിയാതെ ഇത്രയേ ഉള്ളൂ. ആ സിമ്പിൾ ആസ് ദാറ്റ്. യു ഹാവ് ഒരു തരത്തിലെ പ്രൈഡും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇതിൻ്റെ അകത്തിൽ ദൈവം എന്ത് ഇട്ടിട്ടില്ല? ഒരു സ്കോപ്പ് ഇട്ടില്ല. അപ്പോൾ നോക്കിയേ, നോഹയെ ദൈവം എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? കൃപയാൽ. ഇസ്രായേലിനെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? കൃപ. ഇനി അതിനും മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹാബേലിലും ആദ്യം എവിടെ പ്രസാദിച്ചു? ഹാബേലി പ്രസാദിച്ചു. അപ്പോൾ ഫസ്റ്റ് യാഗത്തിലല്ല പ്രസാദിച്ചേ, ഹാബേലില്ല. എന്തിനാ പ്രസാദിച്ചേ? അറിയത്തില്ല. എന്തിനാ പ്രസാദിച്ചേ? അറിയത്തില്ല. ദൈവത്തിന് പ്രസാദം തോന്നി. എനിക്ക് കരുണ തോന്നുന്നതിനോട് എനിക്ക് കരുണ തോന്നുന്നു. അതിനകത്തിൽ ചോദിക്കാൻ ഞാനാരാ? അത് ചോദിക്കാൻ നമ്മളാരാ? കുശവൻ ഒന്നിനെ മാനത്തിനായിട്ട് ഒന്നിനെ ബിക്കോസ് കുശവൻ 2 പേർക്കും ഒന്നും ചെയ്യുന്നില്ല. കളിമണ്ണ് 2 കയ്യിലെടുത്തിട്ട് കുശവന് 2നോടും കുശവൻ ഒരു കടപ്പാട് ചെയ്യുന്നില്ല, ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല. പിന്നെ കുശവൻ ഒരെണ്ണത്തിനോട് കരുണ തോന്നി. ആ കരുണ തോന്നിയ ഒരു പാത്രമായി ഞാൻ മാറിയതിൽ എനിക്ക് ക്രൂശിൽ പ്രശംസിക്കുക അല്ലാതെ എന്തില്ല?
വേറെ ഒരു പ്രശംസയും ഇല്ല. ഇനിയും നോക്കിക്കേ, സങ്കീർത്തനം 65:4 വായിച്ച്. കൊരിന്ത്യയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെ വിട്ടത് എവിടെയാണ്? ഈ കുശവൻ്റെ വീട്ടിൽ പോയി നോക്കാൻ പറഞ്ഞ ഇരമ്യാവിനെയാണ്. ഇരമ്യാവിലെയാ 18 പക്ഷേ പൗലോസാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യു ഹാവ് നോ റൈറ്റ് ടു ആസ്ക് ബാക്ക് എന്നുള്ളത്. യെസ്, ഏതാ? ആര് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ? നീ തിരഞ്ഞെടുത്തിട്ട് നീ അടുപ്പിക്കുന്ന മനുഷ്യൻ. ബൈ നേച്ചർ നമുക്ക് ദൈവത്തെ തിരഞ്ഞെടുത്ത് നമുക്ക് ദൈവത്തിനോട് അടുക്കാനുള്ള എന്തില്ല? യോഗ്യതയില്ലെന്നല്ല, നമുക്ക് അതിനുള്ള ത്രാണിയില്ല. ഗിവൺ എ ചാൻസ്. ഈ ഒരു പാസ്റ്റർ ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ച, ഒരു അർമേനിയൻ വ്യൂവിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. യു ഹാവ് ലൈക്ക് 3 votes. ലൈക്ക് ഒരു വോട്ട് ദൈവം നിനക്ക് വേണ്ടി ചെയ്തു, ഒരു വോട്ട് എന്ത് ചെയ്തു? പിശാച് നിനക്ക് വേണ്ടി ചെയ്തു. ഇനി ഒരു വോട്ടുണ്ട്, ആ വോട്ട് നീയാ ചെയ്യേണ്ടത്. ലൈക്ക് ഇഫ് യു ചൂസ് ഗോഡ്, നീ ദൈവവേദലായി, അപ്പോൾ അത് നീ ചെയ്യണമെന്നുള്ള ഇതിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ആ വോട്ട് ചെയ്ത് ദൈവത്തെ ചൂസ് ചെയ്ത് ഒരിക്കലും ബൈ നേച്ചർ നിങ്ങളത് ചെയ്യത്തില്ല. ഗിവൺ എ ചാൻസ് മനുഷ്യനാണോ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പിശാചിനെ വോട്ട് ചെയ്യത്തുള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇനി എങ്ങാനും നമ്മൾ ദൈവത്തെ ചൂസ് ചെയ്താൽ എറ്റേണിറ്റിയോളം നമുക്ക് പുകഴാൻ എന്തുണ്ട്? ബിക്കോസ് ഞാൻ ചൂസ് ചെയ്തു. പക്ഷേ ഇവിടെ പറയുക, നിങ്ങൾ, അങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. സങ്കീർത്തനത്തിൽ ജനറലായിട്ട് പറയുക, അവൻ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്, അടുപ്പിക്കുന്നത് ദൈവമാണ്. നമുക്കിതിൻ്റെ അകത്ത് എന്തില്ല? ഒരു റോളുമില്ല. ജനറൽ ഇലക്ഷനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞത്. അടുത്തൊരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്കത് വിടാം. യെശയ്യാവ് 26:12 ഒന്ന് വായിക്കുമോ? നോക്കിക്കേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും ആര് ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു? നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു. അല്ലാതെ ഞങ്ങൾ സകല പ്രവൃത്തിയും ചെയ്തു, നീ അതിൽ സന്തോഷിച്ചു, നീ അതിൻ്റെ അകത്തിൽ മാറി കിട്ടുമെന്നാണോ? ഈവൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും ഞങ്ങൾക്ക് വേണ്ടി ആര് നിവർത്തിച്ചു എന്നാണ് പറയുന്നത്? ദൈവം നിവർത്തിച്ചു എന്ന് പറയുന്നത്. നോക്കി, ഇതിനെ കാൽവിനിസ്റ്റ് വ്യൂവിൽ ഒരു പക്ഷേ ടോട്ടൽ ഡിപ്രാവിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ടേം ചെയ്യാമായിരിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഒരു കാൽവിനിസ്റ്റ് ആംഗിളിൽ നിർത്തുന്നില്ല. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വാക്യങ്ങൾ, സാധാരണ ഞാൻ ഇങ്ങനെ ഇത്രയും വാക്യം വായിപ്പിക്കാറില്ല. ഇത്രയും വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്താ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിൽ നിന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മനസ്സിലാക്കുന്നത്. ഇത്രയും നേരം നമ്മളിത് ബൈബിൾ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ഒരു തരി പോലും പുറത്തു പോയില്ല. ബൈബിളിൽ നിന്ന് മാത്രമാണ് നോക്കുന്നത്. നോക്കി, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഇലക്ഷൻ ഏതാണ്? അൺകണ്ടീഷണൽ ഇലക്ഷനാണ്. ഈ അൺകണ്ടീഷണൽ ഇലക്ഷനിൽ ഐ ഡോണ്ട് നോ എന്തിനാ ദൈവം എന്നെ, ആ കണ്ടീഷൻ എന്താണെന്ന് ഒരു കണ്ടീഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കറിയത്തില്ല എന്തിനാ എന്നെ തിരഞ്ഞെടുത്തതെന്ന്. 2, ഒരു കണ്ടീഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കെന്തില്ല, ഒരു പ്രശംസയും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സ്പ്രൗളാണെന്ന് തോന്നുന്നു, സ്പ്രൗളിൻ്റെ ഒരു മെസ്സേജ് പറയുന്നുണ്ട്, വെൻ ഗോഡ് ലുക്സ് അറ്റ് അസ്, മനുഷ്യനെ നോക്കുമ്പോൾ ഹീ സീസ് നോ മെറിറ്റ് റാദർ ഡീമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മളെ നോക്കുമ്പോൾ ഡീമെറിറ്റ് അല്ലാതെ ഒരു മെറിറ്റും നമ്മളിലില്ല, നമ്മളെ എന്തെങ്കിലും കണ്ടീഷൻ വെച്ച് എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് ദൈവം പറയുക, എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നു. അത് വായിച്ചു, വേണമെന്ന് വായിച്ചു കിട്ടോ. എക്സോഡസ് 33:19 പുറപ്പാട് 33:19 അത് പറയുന്നത്. പെട്ടെന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇടാം ഗ്രൂപ്പിലിടാം ഞാൻ. ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. നോക്കിക്കേ, കൃപ ചെയ്യാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. ആ സിമ്പിൾ ആസ് ദാറ്റ്. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണും. നോക്കിക്കേ, ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ? 4 പേരുണ്ട്, 4 പേരും ഈക്വലി പാപികളാണ്. ദൈവം ഒരുത്തനോട് പറയാ, എനിക്ക് കൃപ ചെയ്യാൻ തോന്നുന്നവനോട് എനിക്ക് കൃപ തോന്നുന്നു, എനിക്ക് കരുണ കാണിക്കുന്നതിനോട് ഞാൻ കരുണ കാണിക്കുന്നു. സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് ചോദ്യം ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ തമ്മികളെ? ഉണ്ടോ?
ഞാൻ ദൈവത്തിനോട് ചോദിക്കാൻ പറ്റുമോ എന്തിനാ എന്നെ തിരഞ്ഞെടുത്ത് അവനെ തിരഞ്ഞെടുക്കാത്തത്? എനിക്കറിയില്ല. യെസ്, 3 മണി നേരത്ത് വന്നതിനും 9 മണി നേരത്ത് വന്നതിനും ഞാൻ പറഞ്ഞല്ലോ, ഇനിയും നിങ്ങൾ ബൈബിൾ വായിച്ചാൽ ബൈബിൾ മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവും. ഏത്? ഈ 3 പേരെ ഇവരുടെ പ്രവൃത്തി അനുസരിച്ച് വിധിക്കും. ആ പ്രവൃത്തി അനുസരിച്ച് വിധിച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു മനുഷ്യനും എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. ദൈവം അവിടെ ഇൻജസ്റ്റിസ് ഒന്നും കാണിക്കുന്നില്ല. ദൈവം അവരെ എന്താ ചെയ്യുന്നേ? ദൈവം ഇവരോട് ഒരു പാർഷ്യാലിറ്റിയും കാണിച്ചില്ല. ദൈവം പക്ഷേ ഇവനോട് എന്ത് ചെയ്തു? കരുണ തോന്നി. ഇവരെ ദൈവം നീതിമാനായിട്ട് ദൈവം നീതിയോടെ വിധിച്ചു. ഇവനെ ദൈവം നീതിയോടെ വിധിച്ചാൽ ഇവന് നശിച്ചു പോകേണ്ടവനായിരുന്നു. പക്ഷേ ദൈവത്തിന് ഇവനോട് കരുണ തോന്നി. അതെന്തുകൊണ്ടാണ് ഇവനോട് കരുണ തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ദൈവം പറയാം, എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നു എന്ന് ദൈവം പറയുമ്പോൾ ഇനി അതിൻ്റെ മണ്ടയ്ക്ക് കയറി പറയാൻ ഞാൻ ആളല്ല. യെസ്. Because like we're human, that's why they sin, right? The 3 people, they're sinning because... Yeah, not just these 3, including this guy, because all of them are human. By their human nature, they can never please God. Not just these 3, including this guy, all of them are humans. You understand the concept, right? There are 4 men. All of them are humans. If they try to please God by doing good works, all of them cannot do that because God is at a certain point where we cannot even imagine at His holiness. You understand that aspect, right? So basically, all these 4 of them receives what? The wrath of God. Clear ആണോ? അത്രയും ക്ലിയർ ആണോ? But God decides to save this guy. I don't know the reason. God says, I will have mercy upon whom I want to have mercy. That's what God says. I don't know why. God just says, എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നു. എനിക്കറിയില്ല എന്താ കാരണം. ദൈവം പറഞ്ഞ അതിനെ മാറ്റി പറയാൻ ഞാൻ ആരാ? എക്സ്പെക്ടേഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നില്ല. രൂപലും ജോയിലും രണ്ടുപേരും ഒരുപോലെ. 100%. പക്ഷെ one of God's character എന്ന് പറഞ്ഞാൽ ദൈവം ഒരു just God അല്ലേ? Yes. So just എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഓക്കേ ഞാൻ നിന്നെ സെലക്ട് ചെയ്തു മറ്റേ 3 പേരെ സെലക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റിസിന്റെ ഓക്കേ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇൻ ജനറൽ we all deserving death. ദൈവത്തിന്റെ ജസ്റ്റിസ്. പക്ഷെ ഈവൻ ഇൻ ദാറ്റ് ജസ്റ്റിസും ദൈവം ഒരാളെ സെലക്ട് ചെയ്യുന്ന ശരിക്കും ജസ്റ്റിസിന്റെ ഒരു ഭാഗവുമാണ്. അല്ല, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ തമ്പിയെങ്കിലും സില്ലേ, ഓക്കെ, ഇവർക്ക് 2 പേർക്കും ഞാൻ നീതി നടത്തുന്ന ആളെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവർ 2 പേരും തെറ്റ് ചെയ്താൽ ഇവരെ ശിക്ഷിക്കുക എന്നതാണ് നീതിമാനായ ഞാൻ ചെയ്യേണ്ട പരിപാടി അല്ലേ? അപ്പം സില്ലയെ ഞാൻ ശിക്ഷിച്ചാൽ അത് തെറ്റാണോ? സില്ലയെ ഞാൻ ശിക്ഷിച്ചാൽ അത് തെറ്റാണോ? അല്ല. ഞാൻ എൻ്റെ നീതി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. പക്ഷേ തമ്പിയെങ്കിളിനോട് എനിക്ക് കരുണ തോന്നി. മനസ്സിലായോ? തമ്പിയെങ്കിളിനെ കരുണ തോന്നിയിട്ട് ഞാൻ ആ സിസ്റ്റത്തിൽ നിർത്തുകയല്ല. ഞാൻ തമ്പിയെങ്കിളിനെ അവിടെ നിന്ന് എൻ്റെ സിസ്റ്റത്തിലോട്ട് എടുക്കുക. ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് വേറൊരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരിക. സില്ല ഞാൻ കൊണ്ടുവരാത്തതും വിട്ടതിനകത്തിലും ഞാൻ സില്ലയോടും തമ്പിയെങ്കിളിനോടും 2 പേരോടും ഞാനൊന്നും ഓ ചെയ്യുന്നില്ല. ദൈവം ആരോടും ഒന്നും എന്ത് ചെയ്യുന്നില്ല? ഓ ചെയ്യുന്നില്ല. ദൈവം കടപ്പെട്ടിരിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കടപ്പാടിന് വിപരീതമായിട്ട് പോകുമ്പോൾ അനീതിയാകുന്നത്. ദൈവം ഇവിടെ ഇരിക്കുന്ന ആരോടും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം നിങ്ങളെല്ലാവരും തെറ്റ് ചെയ്തപ്പോൾ നിങ്ങളെല്ലാം ഓരോ അടി തരുന്നത് ഞാൻ തെറ്റുകാരനാവുന്നില്ല. നിങ്ങളെ ന്യായമായിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? ദൈവം ഒരാളെ എലക്ട് ചെയ്യുമ്പം ദ എലക്റ്റഡ് ഗെറ്റ്സ് മേഴ്സി ആൻഡ് ദ റെസ്റ്റ് ഗെറ്റ്സ് ജസ്റ്റിസ്. മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ എല്ലാവരും സിമ്പിളായിട്ട് ശ്വാസം വിടുക. ഓക്കെ, പറ. അതെ, ജസ്റ്റായിട്ടുള്ള ഗോഡ് ആയതുകൊണ്ടാണ് ഇവരെ ജസ്റ്റിസ് ആയിട്ട് തന്നെ വിധിച്ചത്. ഇവർ 3 പേരും പാപികളല്ലേ? പാപം ചെയ്തവനെ എന്ത് ചെയ്തു? ദൈവം ശിക്ഷിച്ചു. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ശിക്ഷ കിട്ടി. അതെ, പാപികളായിട്ടല്ല എന്ത് ചെയ്തേന്ന്. ബൈ നേച്ചർ നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ എന്തായിരുന്നു? നമ്മൾ പാപികളായിരുന്നു. മനസ്സിലായോ? ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു? ദൈവത്തിൻ്റെ നീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു? അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പാപികളായതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ദൈവത്തെ എന്ത് ചെയ്യാനും പറ്റത്തില്ല. ദൈവത്തെ നമ്മളായിട്ട് പോയിട്ട് ദൈവത്തെ തേടി പിടിക്കാനും നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ അത്രയും എന്താണ്? പാപികളായതുകൊണ്ടാണ്. അപ്പം ബേസിക്കലി ഈ 4 പേരെ നിങ്ങളെടുത്തേ.
ഈ 4 പേർക്കും അവരുടെ മെറിറ്റ് കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചോദിച്ചു, ജനിച്ചപ്പോൾ അങ്ങനെ അല്ലായിരുന്നു ഒന്ന്. ഓക്കെ, അപ്പോഴും ദൈവം ഒന്നും ചെയ്യുന്നില്ല. നീ ജനിച്ചപ്പോൾ പാപിയായിരുന്നു, ഓക്കെ, നീ അതിൻ്റെ ശിക്ഷ വാങ്ങിച്ചു. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റയർ ഹ്യൂമൻ ബീയിങ്സും എന്താണ്? ഒരേപോലെ ദൈവകോപത്തിന് അടിമകളാണ്. നമ്മളുടെ പേരിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, എന്നെയും ദൈവം എന്ത് ചെയ്ത അടിക്കാതെ വിടുകയല്ല, എനിക്കും എന്തുണ്ട്? അടിയുണ്ട്. പക്ഷേ എൻ്റെ അടി ആര് വാങ്ങിച്ചു? കർത്താവ് വാങ്ങിച്ചു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവരുടെ കേസിലും ഈ 4 പേർക്കും ഇപ്പം ഒരു പാപിയുടെ മണ്ടയ്ക്ക് വെക്കേണ്ട 5 യൂണിറ്റ് ദൈവത്തിൻ്റെ കോപമാണെന്ന് വിചാരിക്കുക. ദൈവം അനീതി എങ്ങും കാണിക്കുന്നില്ല. ഈ 3 പേരുടെ മണ്ടയ്ക്കും 5 യൂണിറ്റ് പാപം പ്രശ്നം ശിക്ഷ വെക്കുന്നു. എൻ്റെ മണ്ടയ്ക്കും ഇവൻ്റെ മണ്ടയ്ക്കും 5 യൂണിറ്റ് ശിക്ഷ എന്തുണ്ട്? ഉണ്ട്. പക്ഷേ ആ ശിക്ഷ ദൈവം എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അതെന്തുകൊണ്ട് ദൈവം ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ദൈവത്തിന് ഇയാളോട് കരുണ തോന്നി. മനസ്സിലായോ? ഇങ്ങനെ വരുമ്പോൾ സാൽവേഷൻ ശരിക്കും യൂണിവേഴ്സൽ അല്ല. നമ്മൾ അതിലോട്ട് വരും. അറ്റോൺമെൻറ്റ്, അതാണ് അറ്റോൺമെൻറ്റിലേക്ക് നമ്മൾ വരും. ഓക്കെ, അപ്പോൾ എലക്ഷൻ നോക്കിക്കുക. നമ്മൾ ഇത്രയും വായിച്ചു. ഇസ്രായേലിനെ എലക്ട് ചെയ്തത് അവരുടെ മെറിറ്റ് കൊണ്ടല്ല. എന്തിലാണ്? ദൈവത്തിന് അവരോട് കരുണ തോന്നി. നോഹയെ എലക്ട് ചെയ്തത് അവൻ നീതി ആയതുകൊണ്ടല്ല. ദൈവത്തിന് കൃപ തോന്നി, നോഹ നീതിമാനായി. ആരെ വേണമെങ്കിൽ നിങ്ങളെടുത്തു, എൻ്റെ ബൈബിൾ എടുത്തു, ദൈവത്തിന് കരുണ തോന്നി. മറിയ ദൈവം ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? കൃപ നിറഞ്ഞു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ചൂസ് ചെയ്തു. ആരെ വേണേ എടുത്തു. ഞാൻ യേശാവിനെ തള്ളി, യാക്കോബിനെ ഞാൻ എടുത്തു. എനിക്ക് എന്ത് ചെയ്ത്? കരുണ തോന്നി. എനിക്ക് കരുണ തോന്നുന്നതിനോട് എനിക്ക് എന്ത് തോന്നുന്നു? കരുണ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും എന്തില്ല? പ്രശംസിപ്പാൻ 0 പോസിബിലിറ്റി. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇവരെ എവിടെ കൊണ്ടുപോകാം? എറ്റേണിറ്റി ദൈവത്തിന് കൂടെ കൊണ്ടുപോയി നിർത്താം. ലൂസിഫർ വീണ പോലെ വീഴാൻ ഒരു സ്കോപ്പ് ഇവർക്കില്ല. ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. മറ്റേവൻ ചിന്തിച്ച പോലെ എനിക്ക് ദൈവത്തിൻ്റെ അവിടെ നിൽക്കുമ്പോഴേ ഇവനറിയാം ഞാനിതിന് യോഗ്യനല്ലെന്നും കർത്താവ് എന്നോട് കരുണ തോന്നിയത് കൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തിലായിരിക്കും എറ്റേണിറ്റി ഇവൻ നിൽക്കുന്നത്. അതുകൊണ്ട് സകല മഹത്വവും കുഞ്ഞാടിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. കുഞ്ഞാടി അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങയുടെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിലുമായിട്ടുള്ളവരെ എന്ത് ചെയ്തു? അങ്ങ് തോന്നിയുള്ളൂ. ഇനിയും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഒരു പാടുമില്ല. ഇങ്ങോട്ട് നോക്കിയാൽ മതി. ആ സിമ്പിൾ ആസ് ദാറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ദൈവം 100 പേരെ വിട്ടിട്ട് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഒരാട് നഷ്ടപ്പെട്ടെ. ഒരാട് കാണാതെ പോയത് എന്തുകൊണ്ടാണ്? ഒന്നീ ഇരുട്ടായിരിക്കാം, അവിടെ കാടായിരിക്കാം, പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. സാധാരണ എന്താ ചെയ്യേണ്ടത്? പോയ ഒരെണ്ണത്തിനെ കളഞ്ഞിട്ട് 99നെ സേവ് ചെയ്യാനല്ലേ നോക്കണ്ടേ? പക്ഷേ ദൈവം എന്തുകൊണ്ടാണ് 99നെ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പുറകെ പോയത്? ആ ഒരാൾ ആരായിരുന്നു? എലക്റ്റഡ് ആയിരുന്നു. ഇനിയും നിങ്ങൾ ബൈബിൾ വായിച്ചാൽ ബൈബിൾ മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നല്ല ക്ലാരിറ്റിയിൽ മനസ്സിലാവും. യെസ്. യെസ്. അതിനകത്തൊരു മനുഷ്യന്റെ ഒരു ജനറലി നമ്മളത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നാണ്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും ബൈബിളിൽ നിന്ന് ഒരു വാക്യം എടുത്തിട്ട് നമുക്ക് ബൈബിളിൻ്റെ ടോട്ടാലിറ്റി മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പം ദൈവം നോക്കി ചെയ്തു. സനോയി ആ ഡോറ് തുറന്നിട്ടാണ് ദൈവത്തിനകത്ത് കയറ്റിയതെങ്കിൽ സ്റ്റിൽ സനോയിക്ക് എന്തുണ്ട്? സനോയിക്ക് പറയാം, റിജു തുറന്നില്ല, ഞാൻ തുറന്നു, മതി. കൃപ ലഭിച്ചു എന്നല്ലാതെ. മനസ്സിലായോ? ഒരു പക്ഷേ സനോയി ഇതിലേക്ക് വന്നത് ഡോറ് തുറന്നുകൊണ്ടായിരിക്കാം. നോഹ നീതിപ്രസംഗിയായിരുന്നു. എന്തുകൊണ്ട്? കൃപ ലഭിച്ചതുകൊണ്ട്. റിജു ഡോറ് തുറന്നു കാണും. എന്തുകൊണ്ട്? കൃപ ലഭിച്ചതുകൊണ്ട്. ആ പോയിന്റ് മിസ്സാകരുത്. ആ കൃപ എന്തുകൊണ്ടാണ് ലഭിച്ചത് റിജുവിന്? എനിക്കറിയത്തില്ല. അതിന് അൺകണ്ടീഷണലാണ്. യെസ്. ദാറ്റ് കൃപ ഇനിഷ്യേറ്റ്സ് യു ടു ഡോറ് തുറക്കാൻ. മറ്റുള്ളവർക്ക് ചിലപ്പം ലൈഫ് ജാക്കറ്റ് പിടിക്കുന്നതായിരിക്കാം, വാട്ട് എവർ. പക്ഷേ ബിക്കോസ് നിന്നെ ചൂസ് ചെയ്തത് കൊണ്ടാണ്. ആ എന്തുകൊണ്ടാണ് നിന്നെ ചൂസ് ചെയ്ത്? ഐ ഡോണ്ട് നോ. ദൈവം പറവാ ഗ്രേസ് എന്നുള്ള രീതിയിൽ അതിനെ അതാങ്കിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തുകൊണ്ടാണ് നോഹയെ പോയിട്ട് ഇസ്രയേലിൽ കൂടെ കയറി യാക്കോബിലും യേശാവിലും കയറി പുതിയ നിയമത്തിൽ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടോട്ടാലിറ്റി ഓഫ് ദ ബൈബിൾ. നമുക്ക് ഉപദേശത്തെ ബൈബിളിൻ്റെ ടോട്ടാലിറ്റിയിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഉപദേശം സ്ഥാപിക്കാൻ പറ്റത്തില്ല. സോ വെൻ യു ലുക്ക് അറ്റ് ദ ടോട്ടാലിറ്റി ഓഫ് ദ ബൈബിൾ, ഒരാൾ അവൻ്റെ കഴിവ് കൊണ്ട് അവൻ നേടുന്നു എന്ന് നമ്മൾ
സ്ഥാപിക്കുകയാണെങ്കിൽ എൻ്റെ ബൈബിൾ തലതിരിയും. മനസ്സിലായോ? മനസ്സിലായല്ലോ. ഗ്രേസ് കിട്ടുന്നത് ഫ്രീ ആയിട്ടോ, നമുക്ക് അതൊന്നും ചെയ്തിട്ടില്ല. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച റോമാലേഖനത്തിൽ പഠിച്ച പോലെ ക്ലാരിറ്റി വന്നു. ആ ഈ ചോസൺ കറക്റ്റ് ആരുടെ ചോസൺ? ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ അച്ഛനാണ്, ആ ഒരു ഏതെങ്കിലും ഒരു പള്ളിയുടെ അച്ഛനാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ ചോസൺ ആണെന്ന് ബിലീവ് ചെയ്ത് ഞാൻ മുമ്പോട്ട് പോകും. എങ്ങനെ അറിയും അവൻ ചോസൺ ആണോ അല്ലയോ എന്ന്? ഞങ്ങൾ രണ്ടുപേരും ചോസൺ ആണെന്ന് പറഞ്ഞു. അതിലോട്ട് വരാം. യെസ് നമ്മളിപ്പോൾ അത് വരും, ഇപ്പോൾ വരും. ഇനി ഈ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച് ചേച്ചി. എഫേസ്യ ലേഖനം 1:4-5 പെട്ടെന്ന് വായിച്ച സമയമില്ല. ഓക്കെ നമുക്കൊരു നിർത്താം, ഒരു 10 മിനിറ്റ് നിർത്താം. വായിച്ചു ചേച്ചി. എഫേസ്യ ലേഖനം 1:4-5. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. നോക്കിക്കേ, ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉലക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു, ദത്തെടുത്തു. നോക്കിക്കേ, മെറിറ്റ് കൊണ്ടല്ല, ദത്തെടുക്കുന്നേ മെറിറ്റ് നോക്കിയിട്ടാണോ? എന്താണ് ഇത് എവിടെ സംഭവിക്കുന്നേ? ഉലക സ്ഥാപനത്തിന് മുമ്പേ. ഞാൻ പറഞ്ഞില്ലേ, പ്രീ എറ്റേണൽ കൗൺസിലിൽ സംഭവിച്ച കാര്യമാണ് ഈ തിരഞ്ഞെടുപ്പ്. അപ്പം ഇഫ് യു ആർ റിജു ശരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ റിജുവിനെ തിരഞ്ഞെടുത്ത് എവിടാ? അത് കഴിഞ്ഞിട്ട് ആ ഭൂമി പോലും എന്ത് ചെയ്തത്? ഉലക സ്ഥാപനത്തിന് മുമ്പേ സംഭവിച്ച കാര്യമാണ്. ആ വാക്യം ഞാൻ അതൊന്ന് ഇതിനോട് പഠിച്ച. ഇനി 2 പത്രോസ് 1:10 വായിച്ച്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. നോക്കിക്കേ, ഇത്രയും നേരം നമ്മൾ പൗലോസിൻ്റെ ഒരു ആസ്പെക്റ്റിലാണ് വായിച്ചതെങ്കിലും, പഴയ നിയമത്തിൽ നിന്നല്ല പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചതെങ്കിലും, പത്രോസ് പറയുന്നത് എന്താ? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വിളിയും തിരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? നമ്മൾ റിജു ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നോക്കിക്കേ, അത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനല്ലേ? അപ്പോൾ നോക്കിക്കേ, വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. ഒരുപാട് പേരെന്തുണ്ട്? പള്ളി വരുന്നവരെല്ലാവരും വിളിയുള്ളവരാണോ? ചർച്ചിൽ വരുന്ന എല്ലാവരും വിളിയുള്ളവരാണോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ഒടുക്കത്തെ നാളിൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട്, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയും. ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും എന്തുകൊണ്ടറിഞ്ഞില്ല? ബിക്കോസ് പ്രീ എറ്റേണൽ കൗൺസിലിൽ പിതാവ് പുത്രൻ്റെ കൊടുത്ത പേരിൽ അവരുടെ ഇല്ലായിരുന്നു. കർത്താവ് ഭൂമി വന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ കൊടുത്ത പേരുള്ളവരെ സേവ് ചെയ്യാനാണ്. അതുകൊണ്ട് കർത്താവ് പറയുക, ഞാൻ ലോകത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, നീ എനിക്ക് തന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് പറഞ്ഞിട്ട് കർത്താവ് നോക്കി അവസാനം പറയുക, കുറേ പേര് വന്നിട്ട് ഭർത്താവ് പറയുക, ഞാൻ നിങ്ങളെ ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. ബിക്കോസ് കർത്താവ് എൻ്റെ കാലത്തും ഡീൽ ചെയ്ത് ആരുമായിട്ടാ? മനസ്സിലായോ? കുറേ പേര് പറയുക, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല. യെസ് ഇതിൻ്റെ അകത്തൊരു ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. സർവജ്ഞാനിയായ ദൈവം പറയുക, ഞാൻ നിങ്ങളതിൻ്റെ ഒരു കോൺട്രാഡിക്റ്ററി സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? സർവജ്ഞാനിയായ ദൈവം പറയുക, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് സാൽവേഷനിൽ ദൈവം എന്തുണ്ടായിരുന്നു? ഫോർ ഷുവർ ദൈവം ഒരു സെലക്ഷൻ നടത്തി. ആ സെലക്ഷനിൽ ഒരു മനുഷ്യനും മെറിറ്റ് എടുക്കാൻ പറ്റത്തില്ല. മെറിറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ മുമ്പേ പറഞ്ഞ കഥയിലെ പോലെ നിങ്ങൾക്ക് വാ തുറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പ്രശംസിക്കാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് കൈ നീട്ടി പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പ്രശംസിക്കാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രശംസയുമില്ല. ആകെയുള്ള നിങ്ങളുടെ മെറിറ്റ് ഡീമെറിറ്റാണ്. വേറൊരു മെറിറ്റ് ഇല്ല. അപ്പോൾ അൺകണ്ടീഷണലായിട്ട് ദൈവം എന്ത് ചെയ്തു? നിങ്ങളെ എലക്ട് ചെയ്തു. അപ്പോൾ ഇനി പത്രോസ് പറയുക, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഒടുക്കത്തെ നാളിൽ പോയിട്ട് ഭൂതത്തെ പുറത്താക്കി എന്ന് പറയുന്നത് കാര്യമുണ്ടോ?
രോഗികളെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞത് കാര്യമുണ്ടോ? ഇതൊക്കെ ചെയ്തില്ലെന്നല്ല കർത്താവ് അവരോട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നല്ല പറയാം. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ട് പോലും ഇതൊക്കെ ആരാന്നാണ് കർത്താവ് ചോദിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം റിജു ചോദിച്ച ചോദ്യം എങ്ങനെ വിളിയും ഉറപ്പാക്കാം. ജസ്റ്റ് ബിക്കോസ് ഇപ്പോൾ റിജു പറഞ്ഞ ഉദാഹരണത്തിൽ മറ്റേ പുള്ളി മറ്റൊരു സഭയിലെ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അദ്ദേഹം വിളിയില്ലാത്ത ആളാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെ ചർച്ചയിൽ വരുന്ന ആളുകൾ മാത്രമാണ് വിളിയുള്ള ആളുകളെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിളിയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സി, ഇഫ് യു ആർ ചോസൺ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെ മുമ്പേ വായിച്ചല്ലോ, നമ്മളെ എന്ത് ചെയ്തു? ദത്ത് എടുത്തു. ആ ഉദാഹരണത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം. ഇതൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ബാക്കി ഒത്തിരി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അവിടെ വരുമ്പോൾ നമ്മൾ അറ്റോൺമെൻറ്റ് പറയും. യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ്, ലിമിറ്റഡ് അറ്റോൺമെൻറ്റ്, കംപ്ലീറ്റഡ് അറ്റോൺമെൻറ്റും, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മുമ്പ് പെൻറ്റക്കോസ്റ്റലിസത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചില്ല. അപ്പോൾ അങ്ങനെ കുറേ ജനറൽ തിയോളജിയും പറഞ്ഞ് നമുക്ക് നിർത്താം. ഏത്? ഓക്കെ. അപ്പോൾ നോക്കിയേ, റിജു ചോദിച്ച ചോദ്യം എങ്ങനെ അറിയാം നമ്മൾ എലക്റ്റഡ് ആണോ എന്ന്. നമ്മുടെ പത്രോസ് പറയാം നിങ്ങളുടെ വിളിയെ എന്ത് ചെയ്യണം? വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഉറപ്പിക്കണം. മറ്റേടത്ത് പറയാം നിങ്ങളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നോക്കിയാൽ ഞാൻ ഇനി ആ ദത്തെടുപ്പിൽ നിന്നൊരു ഉദാഹരണം പറയാം. എന്നെ ദത്തെടുത്ത എനിക്കറിയത്തില്ല, ഞാനൊരു അനാഥനാണെന്ന് വിചാരിക്കാം. ഞാനിവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുക. ഇവിടെ ഇങ്ങനെ ഇവിടെ കൂട്ടുകാരന്മാരുണ്ട്, ഞങ്ങൾക്ക് ഫെലോഷിപ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ ജീവിക്കുക. ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ അറിഞ്ഞു 1 കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ യഥാർത്ഥ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെന്നും പുള്ളി ഇപ്പോഴും എന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണെന്നും ഞാൻ അറിഞ്ഞു. ട്രൂലി ഞാൻ അപ്പനെ സ്നേഹിക്കുന്ന മകനാണെങ്കിൽ ഞാൻ ആ കിട്ടിയ അറിവ് എന്നിൽ മാറ്റമുണ്ടായി റെസ്പോൺസീവ് ആകുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ അപ്പൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലും അല്ലേ? ആ സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൻ്റെ അടുത്തോട്ട് ഓടാനുള്ള വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ എലക്റ്റഡ് ആണോ എന്ന് ഉറപ്പിക്കാൻ. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ അപ്പൻ അപ്പുറത്തുണ്ടെന്ന് അറിഞ്ഞാലും ഇവിടെ ഫെലോഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ഓക്കെ, അപ്പൻ അവിടെ ഇരുന്നോട്ട്, ഞാൻ യൂട്യൂബിൽ കൂടെ അപ്പനെ കണ്ടോളാം എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൻ അവിടെ ഇരുന്നോട്ട്, പക്ഷേ ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഇറ്റ്സ് ഓക്കെ. യു വിൽ നെവർ കോംപ്രമൈസ്. ദ മൊമെൻറ്റ് ട്രൂത്ത് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ട്രൂത്തിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? കോംപ്രമൈസ് ചെയ്യത്തില്ല. യേശു കർത്താവ് നോക്കി ചാട്ട ഉണ്ടാക്കിയത് എവിടാ? അപ്പൻ്റെ ഭവനത്തിൽ. സി, ആ ഒരു കാര്യത്തിൽ നമുക്ക് എരിവുണ്ടായിക്കൊണ്ടിരിക്കും. വൺസ് നിങ്ങൾ സാൽവേഷൻ്റെ പവർ മനസ്സിലാക്കിയോണ്ടല്ലോ, ഇതിന് വിപരീതമായിട്ട് ഇത് കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ കുത്തുണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരൻ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല വീഡിയോ ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ടൊറൻറ്റോയ്ക്ക് വരുവാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു ഫാമിലിയും കൂടെ ആയല്ലോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ വരും, ഞാൻ വേറൊരു ചർച്ചിലൂടെ പോകും, കാരണം കുഞ്ഞിന് സൺഡേ സ്കൂൾ കാണുമെന്ന്. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞു, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ലൈക്ക് പുള്ളി പറയുന്നത് നിങ്ങളവിടെ നല്ല തിയോളജിയാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ കുഞ്ഞിന് സൺഡേ സ്കൂൾ വേണം. അപ്പോൾ ഞാൻ ചിന്തിച്ചു കുഞ്ഞിനപ്പം തിയോളജി വേണ്ടേ? കുഞ്ഞ് മോശമായ തിയോളജി കേട്ട് വളരുന്നതിൽ കുഴപ്പമില്ലേ? സി, ഇഫ് യു ആർ ട്രൂലി എലക്റ്റഡ്, അപ്പന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം എരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിന് വിപരീതമായിട്ടൊരു സാധനം കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ പിടയ്ക്കും. അപ്പൻ അപ്പുറത്തുണ്ട്, യഥാർത്ഥ അപ്പൻ്റെ പ്രസൻസ് അറിഞ്ഞാൽ അങ്ങോട്ട് ഓടും. ആ മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ഓടും. നമ്മളുടെ ഹൃദയം അതിനുവേണ്ടി ഓടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി യു വിൽ കം ടു നോ നിങ്ങൾ ട്രൂലി എലക്റ്റഡ് ആണെന്ന്. അതാ പറഞ്ഞേ, അപ്പൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് നമ്മൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തിലെ അപ്പൻ. അതെ, ഞാൻ പറഞ്ഞ കഥയ്ക്കകത്തിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പൻ ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഞാൻ പറഞ്ഞല്ലോ കഥ ചോദ്യമില്ല, പക്ഷെ സ്റ്റിൽ ഞാൻ കഥയ്ക്കകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞു നിങ്ങളുടെ അപ്പൻ ഉണ്ടെന്നും. ഇല്ല, അപ്പോഴും നീ ചെന്നാലും അപ്പം കയറ്റണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അപ്പം നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനകത്താണ് എന്ത് പോയിന്റ്. ഇളയ മകൻ പോയി തെറ്റെല്ലാം പോയി പുറത്തെല്ലാം പോയിട്ട് വന്നു, പക്ഷെ സ്റ്റിൽ അപ്പൻ അവനെ എന്ത് ചെയ്തു? സ്വീകരിച്ചു എന്നുള്ളതിലാണ്. ഇളയ മകൻ വന്നു എന്നുള്ളതിനെക്കാട്ടിലും വരുമ്പോൾ അപ്പം പറയാം നിനക്കെല്ലാം തന്നു ഞാൻ വിട്ടതല്ലേ, നീ പോടാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പൻ അവനെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. നമ്മളെ സ്വീകരിക്കുന്ന ഒരു അപ്പനുണ്ടെന്നും ആ അപ്പനിലേക്കുള്ള നമ്മുടെ അകലത്തിലെ നമ്മൾ ഓരോ ദിവസവും കുറയുന്നതുമാണ് എന്ത്. ഇപ്പം നാളെ നമ്മൾ മനസ്സിലാക്കിയാണ് നമുക്കടുത്ത് മറ്റൊരു ഫെലോഷിപ്പുണ്ട്, നമ്മളെക്കാട്ടിലും നന്നായിട്ട് അവർ തിരുവചനത്തിൻ്റെ ആഴങ്ങൾ നന്നായി പഠിപ്പിക്കുന്നു എന്ന് അറിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങോട്ട് ഓടിച്ചെല്ലണം. ഓൾവേസ് തിരുവഴുത്തിൻ്റെ ആഴത്തിൽ തിരുവഴുത്ത് പഠിപ്പിക്കുന്നതിൽ അപ്പനിലേക്കുള്ള വഴി, അപ്പനിലേക്കുള്ള ദൂരം നമ്മളെ കുറയ്ക്കുന്നതിനോട് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? വാഞ്ചിക്കും. അതിന് ഡിനോമിനേഷൻ എന്തല്ല, ഒരു ഫാക്ടറല്ല.
എനിക്ക് നന്നായി അറിയാവുന്ന ആൾക്കാരുണ്ട്, മറ്റ് പല ഡിനോമിനേഷനിലും നിൽക്കുന്ന സുന്ദരമായി സുവിശേഷം പ്രസംഗിക്കുന്ന, രക്ഷ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുകളെ എനിക്കറിയാം. അവരാരും ഒരുപക്ഷെ പെൻഡക്കോസ്റ്റ് എന്നുള്ള ടാഗിൽ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. സോ ജസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ്. ചർച്ചും ഡിനോമിനേഷനും ഒക്കെ വിട്ടേര്. എല്ലാ കാലത്തും ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായും എല്ലാ ഡിനോമിനേഷനിലും കർത്താവിൻ്റെ എലക്റ്റഡ് വൺസ് ഉണ്ട്. ആ എലക്റ്റഡ് വൺസിനെ നമ്മൾ മതം വെക്കുന്ന അളവുകോലിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ അവരാരും എലക്റ്റഡായിട്ട് തോന്നത്തില്ലായിരിക്കാം. നമ്മളിതൊന്നും ഓർത്ത് പറയാകണ്ട. കർത്താവിനറിയാം കർത്താവ് കൊടുത്ത ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്നും ആരെയൊക്കെ കർത്താവ് അറിയുന്നു എന്നും കർത്താവിനറിയാം. എനിക്കെൻ്റെ അപ്പനെ അറിയാമോ എന്നും മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മേക്ക് ഷുവർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. ഇത് ഉറപ്പിക്കാതെ നമ്മൾ പള്ളിയിൽ പോകുന്നു, ചെമ്പിൽ ബിരിയാണി വെക്കുന്നു, ബഹളം വെക്കുന്നു, പ്രോഗ്രാംസ് നടത്തുന്നു, പിക്നിക്ക് കൂടുന്നു, എവരിതിങ് നല്ലതാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കർത്താവ് പറയും ഐ നെവർ ന്യൂ യു. പത്രോസ് പറയാം മേക്ക് ഷുവർ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അപ്പം ഇതുവരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്ക് ഓൺ ഇറ്റ്. അടുത്ത ആഴ്ച നിങ്ങൾ അതുകൊണ്ട് വാ. വിൽ ബി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സോളാ സ്ക്രിപ്ചൂര അല്ലേ, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പഠിക്കാം. അടുത്ത ആഴ്ച നമ്മൾ അറ്റോൺമെൻറ്റിനെ പറ്റി പഠിക്കും. യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ്, ലിമിറ്റഡ് അറ്റോൺമെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. എന്നിട്ട് നമ്മൾ ഒരു ബേസിക് ചർച്ച് ഹിസ്റ്ററിയും ഈ തിയോളജിയുടെ ഡിഫറൻസും ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ റോമാലേഖനം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അത് വേണം അടുത്ത ആഴ്ച ഞാൻ പറയാം. പക്ഷേ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തന്നേക്കാം. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇപ്പോൾ ചോദിച്ചില്ല, ദൈവം ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ആൾക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ സുവിശേഷം പ്രസംഗിക്കാൻ എല്ലാവരും ചോദിക്കും. ബിക്കോസ് എനിക്കറിയത്തില്ല ദൈവം ആരെയാണ് ചൂസ് ചെയ്തത്. എനിക്കറിയില്ല. കാരണം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന എന്ത്? വിശ്വാസം കേൾവിയാൽ വരുന്നു. മനസ്സിലായോ? അപ്പം ഒരാൾ ഇപ്പം സില്ലെ ദൈവം എലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സില്ലെ ഇപ്പോൾ പിങ്കിയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. 15-ാമത്തെ വയസ്സിൽ പിങ്കി റീജനറേറ്റഡ് ആയി. കേട്ടിട്ട് ആ കേൾവി എങ്ങനെ വന്നു? പിങ്കിയുടെ ഉള്ളിൽ വന്ന വിശ്വാസം എങ്ങനെ ഉണ്ടായി? കേൾവിയാൽ. ആ കേൾവി എങ്ങനെ ഉണ്ടായി? പിങ്കിയുടെ ചുറ്റുമുള്ളവർ പറഞ്ഞതുകൊണ്ട്. എനിക്കറിയത്തില്ല ദൈവം ദൈവത്തിനറിയാം. പക്ഷേ എൻ്റെ ജോലി എന്ത്? 10 പേരോട് പറയുക. ആ 10 പേരോട് പറയുമ്പോൾ 9 പേര് സ്വീകരിച്ചില്ലെങ്കിൽ എനിക്കൊരു സങ്കടവുമില്ല. ബിക്കോസ് അതെൻ്റെ പണിയല്ല. അതെ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ പണി അതല്ല. എൻ്റെ പണി പറയുക എന്നുള്ളത്. പക്ഷേ ഒരാൾ തമ്പിയെങ്കിൽ ചൂസണായിരിക്കും. തമ്പിയെങ്കിൽ വിശ്വാസം എന്തുണ്ടാവും? കേൾവിയാലുണ്ടാവും. എനിക്ക് ഈ ലിസ്റ്റ് അറിയാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ ജോലി എന്താണ്? വേറൊരാൾ ചെയ്യും. യെസ്, ഫോർ ഷുവർ. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ചില ദ്വീപിലൊക്കെ 10 പ്രാവശ്യം അമ്പ് ചെയ്ത് കൊന്നിട്ടും എന്തിനാണ് ആളുകൾ വീണ്ടും വീണ്ടും പോയി സുവിശേഷം പറയുന്നത്? കർത്താവ് ചൂസ് ചെയ്ത് ഒരുത്തൻ അതിൻ്റെ അകത്ത് കാണാം. ഒരുത്തന് വേണ്ടി 100 പേര് 100 എലക്റ്റഡ് പോയി ഒരു വർഷം ജീവൻ കളയുമായിരിക്കും. ബട്ട് സ്റ്റില്ല ഒരു എലക്റ്റഡ് ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യത്തിൽ എത്താത്തത് കൊണ്ട് സുവിശേഷം അവിടെ ചെന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ എനിക്കറിയത്തില്ല ഈ ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയണം. ഇപ്പോൾ റിജുവിൻ്റെ സെലക്റ്റഡ് ആണോ അല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിന്നോട് പറയുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. കർത്താവിനറിയാം ആരൊക്കെയാണെന്ന്. ആ കർത്താവ് എലക്റ്റഡ് ആയിട്ടുള്ളവൻ ഇത് കേൾക്കുമ്പോൾ എന്ത് പറ്റും? കേൾവിയായിട്ട് നിൽക്കത്തില്ല. വിശ്വാസം കേൾവിയാൽ ഉളവാകും. അപ്പോൾ മനസ്സിലാകും നമ്മൾ എന്തിനാണ് സുവിശേഷം പറയുന്നതെന്ന്. അപ്പം ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സുവിശേഷം പറയേണ്ടെന്നല്ല അർത്ഥം. ദൈവം സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് സുവിശേഷം പറയാനുള്ള ബാധ്യത കൂടുന്നത്. ക്ലിയർ? യെസ്. ഇതെല്ലാം നമ്മളെ, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഞാൻ ദൈവമെന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലിരുന്ന്. മനസ്സിലായോ? നമ്മളെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് പോലും ഞാനല്ല, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അതിന് പറയുന്നത് ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, കൃപയേ 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 കൃപയേ. അതെന്നല്ലാതെ വേറൊരു ഉത്തരവും എനിക്കുമില്ല, ബൈബിളും ഇല്ല, ദൈവം നമ്മളോട് പറയുന്നുമില്ല. ഒറ്റ വാക്ക്, കൃപയാൽ സൗജന്യമായി ക്രിസ്തുവേശുവിൽ നമ്മളെ നീതീകരിക്കുന്നു. സ്തോത്രം.